ഹായ് മക്കളെ, ഈ വീഡിയോ ക്രിസ്മസ് എക്സാമിന് ഒരു കംബാക്ക് നടത്തി ക്ലാസ്സിലും നാട്ടിലും വീട്ടിലൊക്കെ സ്റ്റാർ ആവാൻ ഉദ്ദേശിച്ച് ഇപ്പൊ താൽക്കാലികമായി ആ കംബാക്ക് പ്ലാന് കുറച്ച് മാസങ്ങൾ അങ്ങോട്ട് നീട്ടി വെച്ചവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് പല പല കാരണങ്ങൾ കാരണം നിങ്ങളൊരു കംബാക്ക് ഒക്കെ നടത്തി ഒരു അക്കാഡമിക് സക്സസിലൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടും പല പല റീസൺസ് കാരണം നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ റീസൺസ് ഞാൻ ഒരുപാട് കുട്ടികളോട് സംസാരിച്ചതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. ഒന്ന്, പഠിക്കാൻ തോന്നാത്ത പ്രശ്നം, പഠിക്കാൻ മടിയുള്ള പ്രശ്നം, ഇനി പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും തലയിൽ കയറാത്ത പ്രശ്നം. രണ്ടാമത്തെ കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉള്ള കൂട്ടരാണ്. മൊബൈൽ ഫോൺ ആണെങ്കിലും ഫാമിലി ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ഡിസ്ട്രാക്ഷൻസ്, ഒരു സാധനം ഫോക്കസ് ചെയ്ത് പഠിക്കാൻ പറ്റാത്ത പ്രശ്നം. മറ്റൊരു കൂട്ടരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ്റെ കൂട്ടരാണ് കേട്ടോ. ഇനി പഠിച്ചാൽ തീരുമോ, പഠിക്കാനൊക്കെ റെഡിയാണ്, രാവിലെ നേരത്തെ എണീക്കും, രാത്രി പഠിക്കാൻ കൃത്യം 7 മണിക്ക് ഇരിക്കും. പഠിച്ച് തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ മൈൻഡിലോട്ട് വരുന്ന കാര്യം ഇനി പഠിച്ചാൽ തീരുമോ എന്നുള്ള ഒരു പേടി ആദ്യം എന്നൊക്കെ പറയും. എന്നിട്ട് നമ്മൾ അങ്ങ് കൊളാക്കും, പിന്നെ ആ പഠിക്കാനുള്ള മൂഡ് അങ്ങ് പോകും. അതേപോലെ ഓവർ തിങ്കിങ്ങിൻ്റെ പ്രശ്നമുണ്ട് പലർക്കും. അതായത് അയ്യോ ഇത് കുറേ ഉണ്ടല്ലോ, തീരുമോ എന്നുള്ള ഒരുപാട് ഓവർ തിങ്ക് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ഇനി പഠിച്ചത് മറന്നു പോകുന്ന പ്രശ്നം, അതെല്ലാവർക്കും ഉണ്ട്. പഠിച്ചത് മറന്നു പോകാത്ത ലോകത്ത് ആരുമില്ല. പഠിച്ചത് മറന്നു പോകുന്ന പ്രശ്നമുള്ളത് എല്ലാവർക്കും ഉണ്ട്. മറ്റൊന്നാണ് മാത്തമെറ്റിക്കൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ ആയുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പ്രശ്നം. ഫിസിക്സ് ആയാലും മാത്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും പ്രോബ്ലംസ് കടന്നു വരുമ്പം ബാക്കി എല്ലാം ഓക്കെ ആണെങ്കിലും പ്രോബ്ലംസ് ചെയ്ത് ഫൈനൽ ആൻസറിൽ എത്താൻ അറിയില്ല. ഈവൻ കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് പോലും ഫൈനൽ ആൻസർ, ഒരു ആൻസർ ഏതാണ് നമുക്ക് അറിഞ്ഞിട്ട് പോലും ആ ആൻസർ കിട്ടാൻ കഴിയുന്നില്ല. അത് വലിയ പ്രശ്നമാണ്. മറ്റൊന്നാണ് ഉറക്കം. ചില ആൾക്കാർക്ക് ഉറക്കം കിട്ടാത്ത പ്രശ്നമുണ്ട്, ടെൻഷനൊക്കെ അടിച്ചിട്ട്. എന്നാൽ മറ്റൊരു കൂട്ടർക്കുണ്ട് ഉറക്കം കൂടുതൽ. എത്ര പഠിക്കാനുണ്ടെന്ന് പറഞ്ഞാലും എത്ര നന്നാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാലും രാവിലെ നേരത്തെ എഴുന്നേക്കാൻ വിചാരിച്ചു കഴിഞ്ഞാൽ എണീക്കാൻ കഴിയുന്നില്ല. ചില കൂട്ടർക്ക് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ഉറങ്ങുന്ന പ്രശ്നം. ഇനി മുന്നോട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഫാമിലി പ്രോബ്ലംസ് ആയിരിക്കാം. അങ്ങനെ പോവുകയാണെങ്കിൽ പ്രശ്നങ്ങളാണ് മക്കളെ. ഈ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തിട്ട് തന്നെ മുന്നോട്ട് പോകണം. പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തരണം ചെയ്താൽ മാത്രമേ നേരത്തെ പറഞ്ഞ ക്രിസ്മസ് എക്സാമിന് ഒരു കംബാക്ക് നിങ്ങൾക്ക് ഇനി ഒരു റിയലിസ്റ്റിക് ആയി നോക്കുന്ന സമയത്ത് പോസിബിൾ ആയുള്ളൂ. ഇനി ഏതാനും ദിവസങ്ങളെ ബാക്കിയുള്ളൂ. ആ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് സ്കൂൾ ക്ലാസ്സുകൾ ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ ഇലക്ഷൻ്റെ ലീവൊക്കെ വരുന്നതുകൊണ്ട് അങ്ങനെ ഒരു പബ്ലിക് ഹോളിഡേ വരുന്നുണ്ട്. പിന്നെ ശനിയാഴ്ചകളും ഞായറാഴ്ചകളൊക്കെ ഉണ്ട്. ഈ ദിവസം ഒരു കംബാക്ക് ഒക്കെ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് പറ്റും. പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ല. നിങ്ങൾ എങ്ങനെ നോക്കുകയാണെങ്കിലും, നിങ്ങൾ ഏത് ലെവലിൽ നിൽക്കുന്ന കുട്ടികളാണെങ്കിലും എനിക്ക് നിങ്ങളോട് അതൊരു കോൺഫിഡൻസ് തരാനുള്ള ഒരു പാഴ്വാക്കല്ല. റിയലിസ്റ്റിക്കലി സ്പീക്കിംഗ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിസ്മസ് എക്സാമിന് നല്ല മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷേ നിങ്ങൾ എത്രത്തോളം ഇത്രയും കാലം ഉഴപ്പിയിട്ടുണ്ടോ അത്രത്തോളം ഇനി ഹാർഡ് വർക്ക് ചെയ്യണം. നല്ല രീതിയിൽ ട്രാക്കിലുള്ള കുട്ടിയാണെങ്കിൽ വലിയ എഫേർട്ട് ഇല്ലാതെ അവർക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ക്രിസ്മസ് എക്സാം വലിയ കുഴപ്പമില്ലാതെ പോകും. നിങ്ങൾ ഇത്രയും കാലം ഉഴപ്പിയവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റാത്ത പ്രശ്നമില്ല. പക്ഷേ നിങ്ങൾ ഇത്രയും കാലം ഉഴപ്പിയത് കൊണ്ട് നിങ്ങൾ ഇനി എന്ത് ചെയ്യേണ്ടി വരും, ഒരു മിനിറ്റ് പോട്ടെ, ഒരു സെക്കൻഡ് വേസ്റ്റ് ചെയ്യാതെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, നല്ല ഹാർഡ് വർക്ക് എടുക്കേണ്ടി വരും. ആൻഡ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്തായിരിക്കും. ആ ഡിഫിക്കൽട്ടായിട്ടുള്ള പാത്ത് ക്രോസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ആ പാത്തിലൂടെ നടക്കാന്ന് പറഞ്ഞാലും അത്ര എളുപ്പമല്ല. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു മൈൻഡ് സെറ്റാണ്. നിങ്ങൾ ഒറ്റ മൈൻഡ് എന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ ഫണ്ണൊക്കെ ആയിട്ട് എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ ഇൻസ്റ്റയിലൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് ഭയങ്കര വർക്കിംഗ് ആടാ. നിങ്ങൾക്ക് ഇനി വേണ്ടത് ബേസിക്കലി ഒരു അഗ്രസീവ് ഒറ്റ മൈൻഡാണ്. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ക്രിസ്മസ് എക്സാമിന് ഒരു കംബാക്ക് നടത്തണം എന്നുള്ള ഒരു അതിയായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അതിയായ ആഗ്രഹം, ആ ആഗ്രഹം സാധിച്ചേ അടങ്ങൂ എന്നുള്ള ഒരു വളരെ തീവ്രമായുള്ളൊരു ഫീലിംഗ് നിങ്ങളെ മൈൻഡിലുണ്ടെങ്കിൽ അതിനെ ഒറ്റ മൈൻഡ് എന്ന് വിളിക്കാം. ആ ഒരു ഒറ്റ മൈൻഡോട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി പറ്റും. അല്ലാത്തൊരു മറന്നേക്ക് ക്രിസ്മസ് എക്സാം ടാറ്റാ ഗുഡ് ബൈ നടക്കൂല. നിങ്ങൾക്ക് മനസ്സിന് വിൽ പവർ ഇല്ലേ, നിങ്ങളാരും കഴിവ് കെട്ടവരാണോ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റാത്തവരാണോ, പഠിക്കാൻ സൗകര്യമില്ലാത്തവരാണോ? ഒന്നുമല്ലല്ലോ. നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളുണ്ട്, നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട്. നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആയതുകൊണ്ട്, നമ്മളെ മടി കൊണ്ട്, നമ്മളെ ഉഴപ്പൽ കൊണ്ട്, നമ്മളെ കെയർലെസ്നെസ് കൊണ്ടല്ലേ നമ്മൾ ഇങ്ങനെ ആവുന്നത്. യെസ് ആണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, നിങ്ങളെ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക. നിങ്ങളെ മൈൻഡ് സെറ്റ് ഇത്രയും കാലം വളരെ സ്ലോ ആയിട്ടുള്ള, വളരെ കാഷ്വൽ ആയിട്ടുള്ള മൈൻഡ് സെറ്റ് ആയിരിക്കണം. എക്സാം വരുന്നുണ്ട്, പഠിക്കണം. നാളെ എക്സാം ഉണ്ട്, പഠിക്കണം. വർക്കാകൂല.
നിങ്ങൾ അതിനെങ്ങോട്ട് മാറ്റണം? നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഫിഫ്ത്ത് ഗിയറിലോട്ട് മാറ്റുക എന്നൊക്കെ നമ്മൾ പദപ്രയോഗം നടത്താറില്ലേ? എന്താണ് അതിൻ്റെ ആ ഒരു മീനിങ്? എന്താ? നിങ്ങൾ ഇത്രയും കാലം വളരെ സ്ലോ ആയിട്ട് വളരെ കാഷ്വൽ ആയിട്ടുള്ള പോയ കാര്യം നിങ്ങൾ ഇനി അഗ്രസീവ് മൈൻഡ് സെറ്റിൽ പോവാം. ഒറ്റ മൈൻഡ്, ആ അഗ്രസീവ് മൈൻഡ് വേണം. നിങ്ങൾ ഇനി മുതൽ ഏത് ചാപ്റ്റർ, ഒരു ചാപ്റ്റർ പഠിക്കാതിരുന്നാൽ മതി. ആ ചാപ്റ്റർ പഠിക്കാതിരിക്കുമ്പോൾ നിങ്ങളെ മൈൻഡ് സെറ്റ് എന്തായിരിക്കും? നിങ്ങൾ ഇത്രയും കാലം ഇങ്ങനെയൊക്കെ, ചില ആൾക്കാർ ഇങ്ങനെയൊക്കെ ആയിരിക്കും, ഇന്ന് നോക്കട്ടെ, ഇന്നൊരു തീരുന്നോടത്തോളം തീർന്നോട്ടെ, തീർന്നില്ലേ നാളെ നോക്കാം. അത് വർക്ക് ചെയ്യില്ല. അതാണ് 1ാം ഗിയർ. നിങ്ങൾ 5ാം ഗിയറിലോട്ട് മാറണം. അഗ്രസീവ് ആയിട്ടുള്ള, വളരെ തീവ്രമായി നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഇന്ന് ഞാൻ 7 മണിക്ക് പഠിക്കാനിരുന്നാൽ 11 മണിക്ക് ഞാൻ പഠിച്ച് തീർക്കാൻ ശ്രമിക്കും. ഇനി തീർന്നില്ലെങ്കിൽ ഉറക്കം വേണ്ട, എനിക്കിന്ന് ഭക്ഷണം വേണ്ട, ഞാൻ ഇന്ന് 12 മണിന് മുമ്പ് ആ ചാപ്റ്റർ തീർത്തിരിക്കും. ഇനി 12 മണിക്ക് തീർന്നില്ലെങ്കിലും ഞാൻ ഉറങ്ങില്ല, ഞാൻ 1 മണിയായാലും 2 മണിയായാലും 3 മണിയായാലും ഞാൻ പഠിക്കാൻ ഉദ്ദേശിച്ച് പഠിച്ച് തീർത്തേ പറ്റൂ എന്നുള്ള ഒരു അഗ്രസീവ് മൂഡിലോട്ട് നിങ്ങൾ പോവാം. അല്ലാതെ നിങ്ങൾ വിചാരിച്ചില്ല എന്താ സംഭവിക്കുക? നിങ്ങൾ 7 മണിക്ക് പഠിക്കാതിരിക്കുന്നു, 10 മണി പ്ലാൻ ചെയ്യുന്നു. നിങ്ങളുടെ മൈൻഡിൽ ഈ അഗ്രഷൻ ഇല്ല, നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ മൈൻഡ് ഇല്ല. ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മളെ മൈൻഡിൽ എന്താ, ഇത് നാളെയും ചെയ്യാലോ, നമ്മൾ അത്രയ്ക്ക് അധികം ആഗ്രഹിച്ചിട്ടില്ലല്ലോ. അപ്പോൾ നമ്മളെ മൈൻഡും ശരീരവും അതിയായിട്ട് ആഗ്രഹിക്കില്ല, നമുക്ക് ഉറക്കം വരും, നമുക്ക് മൈൻഡിലോട്ട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾ ആ മൈൻഡ് സെറ്റ് മാറ്റിയേ പറ്റൂ കേട്ടോ. യെസ്, ഇനി നിങ്ങൾക്ക് അതിന് വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റും, ഞങ്ങൾ സ്റ്റിൽ ചെയ്യുന്നുണ്ട്. ഇനിയുള്ള ദിവസം നിങ്ങൾ എങ്ങനെയൊക്കെ പഠിക്കണം ആൻഡ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ അടുത്തായിട്ട് പങ്കുവെക്കാം. ആദ്യം തന്നെ നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യണം. ഇതിൽ ഡെയിലി മോട്ടിവേഷൻസ് വരുന്നുണ്ട്. ഡെയിലി നിങ്ങളൊന്ന് പുഷ് ചെയ്യാൻ, നിങ്ങളെ മൈൻഡ് സെറ്റ് മാറ്റാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അത് വരും. ചിലപ്പോൾ ഒരു വോയിസ് ആയിരിക്കും, ചിലപ്പോൾ ഒരു സ്റ്റിക്കർ ആയിരിക്കും, ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ആയിരിക്കും. നിങ്ങൾക്ക് ആ മൈൻഡ് സെറ്റിൽ നിന്ന് മാറാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ സമ്മതിക്കില്ല, നിങ്ങളെ പിന്നാലെ കൂടും. അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മോട്ടിവേഷനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് നമ്മുടെ നോട്ട്സ് ആണെങ്കിലും മൈക്രോബിറ്റൊക്കെ ലഭിക്കുന്ന ഗ്രൂപ്പും കൂടിയാണ്. അപ്പോൾ 2 ഉപകാരം. അടുത്തതായിട്ട് നമ്മളിതുപോലെ ഷോർട്ടായിട്ടുള്ള കുറച്ച് വീഡിയോസ് വരുന്നുണ്ട്. ഈ വീഡിയോസ് നിങ്ങൾ എന്ത് ചെയ്യണം? ഓൾറെഡി പഠിച്ച ചാപ്റ്ററിൻ്റെതാണെങ്കിൽ നിങ്ങൾക്ക് റിവിഷൻ ഉപയോഗിക്കാം. ഒരു ചാപ്റ്റർ നിങ്ങൾ ആലോചിക്കും, ഇൻ്റഗ്രൽ പോലെ ചാപ്റ്റർ പ്രിൻസ് സാർ, നമ്മുടെ മാത്സ് ക്രൂസൈഡർ സാർ 78 മിനിറ്റ് തീർത്തിട്ടുണ്ട്. ആ 78 മിനിറ്റ് കണ്ടാൽ ഇൻ്റഗ്രൽസ് മൊത്തം സെറ്റായി എന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ അതിൻ്റെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ NCERTയിലെ ക്വസ്റ്റ്യൻസ് ചെയ്താലേ നിങ്ങൾക്ക് ആൻസർ കിട്ടുള്ളൂ. അല്ലാതെ ഈ 78 മിനിറ്റ് കണ്ടാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരാൻ പറ്റുമോ? അങ്ങനെയാണ് പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയും മാസങ്ങളോളം സ്കൂളിൽ പോകുന്നത്? ഇത് നമ്മളെന്തിനാ എജുബോർഡ് ഇത്രയും മണിക്കൂറോളം ക്ലാസ് തരുന്നത്? അതൊരു റോങ് മൈൻഡ് സെറ്റ്, അതൊക്കെ എടുത്ത് കളാം. പക്ഷേ ഇതുപോലെയുള്ള ഒരു മിനിറ്റിൽ, ഫോർ എക്സാമ്പിൾ 78 മിനിറ്റുള്ള ഒരു ഇൻ്റഗ്രൽസിൽ ആ ഇൻ്റഗ്രൽസിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കവർ ചെയ്തിട്ടുണ്ടാവും. ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാൻ നമുക്ക് 78 മിനിറ്റിൽ കഴിയില്ല, പക്ഷേ ചില പ്രോബ്ലംസിൻ്റെ എക്സാമ്പിൾസ് കാണിച്ചു തന്നിട്ടുണ്ടാവും. ഇനി നിങ്ങൾ അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ മാഗ്നറ്റിസം മാറ്റർ 44 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് സ്കൂളിൽ ഒരു പീരീഡ് പോലും അത്ര 50 മിനിറ്റ് എങ്ങാനാണ്. അതിൻ്റെക്കാൾ കുറഞ്ഞ സമയത്ത് ആ ചാപ്റ്ററിലെ മുഴുവൻ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ആ 44 മിനിറ്റ് മതിയോ? പോരാ. നിങ്ങൾ ആ 44 മിനിറ്റ് മേ ബി ഒരു 2 ഇൻറ്റു കണ്ടിട്ടൊക്കെ നിങ്ങൾ 21 മിനിറ്റോട് തീർത്തിട്ടുണ്ടാവും, അല്ലെ 22 മിനിറ്റോട് തീർത്തിട്ടുണ്ടാവും അല്ലേ? നിങ്ങൾ എന്ത് ചെയ്യണം? അതിൻ്റെ PYQs ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ അത് PYQs നിങ്ങൾ സംഘടിപ്പിക്കണം, അതിൻ്റെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്യണം, അതിൻ്റെ A+ ക്വസ്റ്റ്യൻസ് ചെയ്യണം. NCERT ക്വസ്റ്റ്യൻസ് ചെയ്താലേ മാത്സിലെ പ്രോബ്ലം ചെയ്യാൻ പറ്റൂ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. പോയിന്റ് നമ്പർ 2 ക്ലിയർ അല്ലേ? അപ്പോൾ മൈൻഡ് സെറ്റ് മാറ്റുക, ഇതുപോലുള്ള കാര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. അടുത്തതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളൊരു ചോയ്സ് എടുക്കാം. നിങ്ങൾക്ക് 2 പെയിൻ, 2 വേദനകൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. വേദന എന്ന് പറയുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല, പെയിൻ എന്നുള്ളതാണ് അല്ലേ? പെയിൻ. നിങ്ങൾ ആ 2 വേദനകളിൽ ഒന്ന് എന്തായാലും ഡെഫിനറ്റ്ലി ചൂസ് ചെയ്യണം. അതിൽ ഒന്നാമത്തെ പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ മുകളിൽ എന്ത് ചെയ്യുക, നിങ്ങളുടെ മുകളിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളുണ്ട്. പഠിക്കുക, നല്ല മാർക്ക് വാങ്ങാന്ന് പറഞ്ഞ സംഭവമുണ്ട്. അതിനുവേണ്ടി നമ്മൾ നല്ല പെയിൻ എടുക്കേണ്ടി വരും. രാത്രി എഴുന്നേറ്റ് പഠിക്കേണ്ടി വരും, ഫോൺ ഒഴിവാക്കേണ്ടി വരും. ഫ്രണ്ട്സ് കളിക്കാൻ പോകുന്ന സമയത്ത്, ഫ്രണ്ട്സ് ഗെയിം കളിക്കുന്ന സമയത്ത്, ഫ്രണ്ട്സ് എൻജോയ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അതിൽ കൂടാതെ നമ്മളൊരു പെയിൻ അനുഭവിക്കേണ്ടി വരുന്നില്ലേ അല്ലേ? ഫ്രണ്ട്സ് റീൽ അയച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എൻജോയ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിലില്ല, നമുക്ക് ഇൻസ്റ്റാഗ്രാം ഇല്ലെങ്കിൽ നമ്മളൊരു പെയിൻ അനുഭവിക്കണ്ടേ? രാവിലെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു പെയിൻ അല്ലേ? ആണ്. ആ പെയിൻ നമ്മൾ അനുഭവിച്ചേ പറ്റൂ. പെയിൻ ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യാം, അത് നിങ്ങൾ ആ പെയിൻ അനുഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്ത് ചെയ്യേണ്ടി വരും? പെയിൻ ഓഫ് ഫെയിലർ ലേറ്റർ ഇൻ ലൈഫ്. അതിപ്പോഴൊന്നും ആവില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഫെയിലറിൻ്റെ ഒരു എന്തില്ല പെയിൻ ശരിക്കും ഫീൽ ചെയ്യില്ല. ചിലപ്പോൾ ടെൻഷൻ ഉണ്ടാവും, ഭാവിയിൽ ഫെയിലർ ആവും എന്നുള്ള ടെൻഷൻ ഉണ്ടാവും, പക്ഷേ അതിൻ്റെ പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, +2 മാർക്ക് വളരെ കുറഞ്ഞു, ജസ്റ്റ് പാസ്സൊക്കെ ആയി. എനിക്ക് തോറ്റു എന്ന് പറയാൻ എനിക്ക് ഇഷ്ടമില്ല, തോൽക്കാൻ ചാൻസ് ഇല്ല. നിങ്ങൾ ജസ്റ്റ് പാസ്സായി, എന്താ കാര്യം? നിങ്ങൾക്ക് നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നുണ്ടോ? ഇല്ല. പ്രൈവറ്റായിട്ട് വീട്ടുകാർ കയ്യും കാലും പിടിച്ച് ഒരുപാട് ലക്ഷങ്ങൾ ചിലവാക്കി വേണം എന്ത് ചെയ്യാൻ? ഒരു പ്രൈവറ്റ് കോളേജിൽ അഡ്മിഷൻ വാങ്ങാൻ വേണ്ടേ?
അപ്പോൾ അതിന് ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ സാമ്പത്തികമായിട്ട് പ്രശ്നം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇത് മാനസികമായിട്ട് ഓക്കെ അല്ല, കാരണം നിങ്ങൾ പഠിച്ചിട്ടില്ല, +2 പോലും നല്ല രീതിയിൽ പഠിക്കാത്തതിന് വേണ്ടിയിട്ട് എന്തിനാണ് ലക്ഷങ്ങളോളം ഞാൻ ഈ ചിലവാക്കുന്നത് ഫീലിംഗ് ചിലപ്പോൾ ഉണ്ടാവും. ചിലപ്പോൾ നിങ്ങളത് തോന്നലുകളൊക്കെ ആയിരിക്കും. അപ്പോൾ ആ ഫെയിലിയർ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അനുഭവിക്കുള്ളൂ. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഫെയിലിയർ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ആൻഡ് അതിലേറ്റവും ബെസ്റ്റ് ഫെയിലിയർ അല്ല, ഇതിലേതെങ്കിലും പെയിൻ നിങ്ങൾ അനുഭവിച്ചേ പറ്റൂ. ആൻഡ് അതിലേറ്റവും ബെസ്റ്റ് പെയിൻ ഏതാ? പെയിൻ ഓഫ് ഡൂയിങ് ഇറ്റ് നൗ. ഇത് വളരെ സങ്കടകരമായ ഒരുപാട് മാനസികമായി തളർത്തുന്ന ഒരു പെയിനാണ്. വേണ്ട, നിങ്ങൾ ഇതങ്ങ് സഹിച്ചേക്ക്. ഇപ്പം നിങ്ങൾ അനുഭവിക്കുന്ന ചെറിയ ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല. അതാണ് ഏറ്റവും നല്ല കാര്യം കേട്ടോ. റെഡി? ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ചലഞ്ച് ഞാൻ തരാം. ആ ചലഞ്ച് നിങ്ങൾ സ്വീകരിക്കുമോ നിങ്ങൾ ഒന്ന് തീരുമാനിച്ചു നോക്കുക. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും ചെറിയൊരു ചേഞ്ച് വരുത്തണമെങ്കിൽ ഈ ചലഞ്ച് കൂടി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. ആൻഡ് അത് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഡിസ്ട്രാക്ഷൻസിന് വേണ്ടിയുള്ളൊരു ചലഞ്ചാണ്. അതായത് നിങ്ങളിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിരിക്കും. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ഉണ്ടാവില്ല, ചിലപ്പോൾ വാട്സപ്പിൽ ഉണ്ടാവും. ചിലപ്പോൾ വാട്സപ്പ് കാര്യം ഉപയോഗിക്കാത്ത ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ടാവും? യൂട്യൂബ് ഷോർട്സ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ സോഷ്യലി ആക്റ്റീവ് ആയിരിക്കും, ഡിജിറ്റലി പ്രസൻ്റ് ആയിരിക്കും നല്ലൊരു ശതമാനം കുട്ടികളും. ഇല്ലാത്തവർക്ക് ഈ ഫേസ് ആപ്ലിക്കബിൾ അല്ല. ഉള്ളവരോട്, സോഷ്യൽ മീഡിയ ലിസ്റ്റിൽ ആക്റ്റീവ് ആയവരോട് ഞാൻ പറയുകയാണ്, നിങ്ങളിപ്പോൾ താൽക്കാലികമായിട്ട് അവിടുന്ന് ഡിസപ്പിയർ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്യുന്ന കേസല്ല പറയുന്നത്. നിങ്ങളുടെ അക്കൗണ്ട് ഡീആക്ടിവേറ്റ് ചെയ്തേക്ക്. ഇനി വരുന്ന 4 മാസം 5 മാസത്തേക്ക് ഡീആക്ടിവേറ്റ് ചെയ്തേക്ക്. ഞാൻ പറയുന്നത് ഒരു 4-5 മാസത്തേക്കാണ്. നിങ്ങൾ തിരിച്ചെന്ത് ചെയ്യണം? സോഷ്യൽ മീഡിയയിൽ അപ്പിയർ ചെയ്യണം. പക്ഷെ അപ്പിയർ ചെയ്യുമ്പോൾ എന്തായിരിക്കണം? നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ട് വേണം റീഅപ്പിയർ ചെയ്യാൻ. നിങ്ങൾ ചിലപ്പോൾ റീലിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു? വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജോബ്, പൈലറ്റ് ആകുന്നു, മെർച്ചൻ്റ് നേവി ആകുന്നു, അല്ലെങ്കിൽ ആർമിയിൽ NDA ക്രാക്ക് ചെയ്യുന്നു, IIT പോകുന്നു, എയിംസ് ഡൽഹിയിൽ പോകുന്നു. കണ്ടിട്ടില്ലേ? അവരൊക്കെ എപ്പോഴാണ് അപ്പിയർ ചെയ്യുന്നത്? നിങ്ങളെ ഫീൽഡിൽ എപ്പോഴാണ് അപ്പിയർ ചെയ്തത്? ആഫ്റ്റർ ദേ ബിക്കം സക്സസ്ഫുൾ. അല്ലാതെ അവരെ സ്ട്രഗ്ലിംഗ് ടൈമിൽ, അവർ +1 +2 സമയത്ത് നിങ്ങൾക്ക് അവരെ അറിയായിരുന്നു? ആർക്കും അറിയില്ല. അവർ മേ ബി ഇൻസ്റ്റാഗ്രാമിൽ ഒന്നും ഉണ്ടാകുന്നില്ല. അപ്പം എനിക്ക് തരാനുള്ളൊരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ താൽക്കാലികമായ ഒരു 3-4 മാസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്തേക്ക്. വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്തോ, ഇൻസ്റ്റയിൽ നിന്ന് ഡീആക്ടിവേറ്റ് ചെയ്തോ. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. ദേ ഡോണ്ട് റിയലി കെയർ അബൌട്ട് അസ്. നമ്മൾ ആ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിസപ്പിയർ ചെയ്താൽ, ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മേ ബി നമ്മളോട് കുറച്ച് പേര് എന്ത് ചോദിക്കും? എടാ, നിനക്ക് എന്ത് പറ്റി? നീ ലെഫ്റ്റൊക്കെ എന്തെങ്കിലും നിനക്ക് പ്രശ്നമുണ്ടോ? മെൻ്റലി പ്രശ്നമുണ്ടോ? നിനക്ക് തേപ്പ് കിട്ടിയോ? അല്ലെ നീ നന്നാവാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കും. നിങ്ങൾ പറയാ, ഞാൻ കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കാം, ഞാൻ എക്സാമിനേഷൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ മതി. കഴിഞ്ഞു. ഒരു ദിവസത്തെ ഒരു ചോദ്യം, നിങ്ങളുടെ ഒരു ഉത്തരം കഴിഞ്ഞു. അതിനപ്പുറം അത് വരുന്നില്ല. നിങ്ങൾക്ക് ഡിസപ്പിയർ ചെയ്യേക്ക്. ഈ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുന്നവർ ഒന്ന് വീഡിയോയുടെ താഴെ ചലഞ്ച് അക്സെപ്റ്റഡ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നിങ്ങളത് ഹോണസ്റ്റ് ആയിട്ട് എടുക്കുക. ഒരു മാസം കഴിഞ്ഞാൽ, ഒരു 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും റീആക്ടിവേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്. ക്രിസ്മസ് എക്സാമിനേഷൻ, ക്രിസ്മസ് വെക്കേഷന് റീആക്ടിവേറ്റ് ചെയ്യാനല്ല പറഞ്ഞത്. ഓൺലി ആഫ്റ്റർ ബിക്കം സക്സസ്ഫുൾ. തൽക്കാലം +2 എക്സാമിന് ശേഷം നല്ല മാർക്ക് വാങ്ങിയതിന് ശേഷം നിങ്ങൾ റീഅപ്പിയർ ചെയ്തോ, നോ വറീസ്. ഓക്കെ. ഇനി 5 AM ക്ലബ്ബ് നമ്മൾ കുറേ കാലമായിട്ട് റൺ ചെയ്യുന്നതാണ്. രാവിലെ 5 മണിക്ക് മാക്സിമം ഞങ്ങൾ നിങ്ങൾക്ക് സപ്പോർട്ടീവായിട്ട് മോട്ടിവേഷണൽ ആയുള്ള ചില വോയിസസും ക്ലിപ്പുകളും എന്തെങ്കിലും തന്നെ ചോദ്യങ്ങൾ, ഒന്നിൽ സ്റ്റഡി ചലഞ്ചൊക്കെ തരുന്നുണ്ട്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക? മസ്റ്റായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്ത് താഴെ ലിങ്ക് ഉണ്ടാവും. ആൻഡ് ക്രിസ്മസ് എക്സാമിൻ്റെ ടോപ്പിക്സ് എല്ലാവർക്കും അറിയാം. ഇത് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഒരുപാട് പാഠം പഠിക്കാനുണ്ട്. പബ്ലിക് എക്സാമിലേക്ക് ഇനി ആകെ എന്തേ ഉള്ളൂ? കുറച്ച് ചാപ്റ്റേഴ്സ് കൂടി എക്സ്ട്രാ ഉള്ളൂ. ഓൾമോസ്റ്റ് 75-80% ചാപ്റ്റർ നമുക്ക് ക്രിസ്മസിനകം തീർക്കണം. അപ്പോൾ ഇതിൽ എത്ര ചാപ്റ്റർ നിങ്ങൾ പഠിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പേപ്പറിൽ വരച്ച് നോക്കിയിട്ട് ഒന്ന് ടിക്കൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചുകൂടി റിയാലിറ്റി ചെക്ക് കിട്ടും. നമുക്ക് എത്രത്തോളം പഠിക്കാണ്ടെന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കുക. ഇത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നോക്കിയാലും മതി. ഓക്കെ. നിങ്ങൾ ഇതേപോലെ ഒരു ഫോർമാറ്റ് ഉണ്ടാക്കിയിട്ട് ഒരു റിയാലിറ്റി ചെക്ക് നടത്താം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി സീരിയസ്നെസ് വരും. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയിട്ട് 2 പുതിയ ഫീച്ചേഴ്സ് കൂടി എഡ്യൂപോർട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. നമ്മൾ കുറച്ച് കാലം ട്രയലായിട്ട് റൺ ചെയ്തിരുന്നു. ആൻഡ് അത് ഇനി എന്ത് ചെയ്യാണ്? വൈഡ് സ്കെയിലിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും നമ്മൾ നൽകാൻ പോവുകയാണ്. എഡ്യൂപോർട്ട് മാത്രം നൽകുന്ന, കേരളത്തിൽ ആദ്യമായി നൽകുന്ന ഫീച്ചേഴ്സാണ് മക്കളെ. ആൻഡ് അത് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് തന്നെയാണ് ഞങ്ങളത് അതിൻ്റെ പ്ലാനിങ്ങും ഡിസൈനിങ്ങും എല്ലാം ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് പലർക്കും ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ, പഠിക്കുന്ന സമയത്ത് ഡൗട്ട് ഉണ്ടാവും. എഡ്യൂപോർട്ട് ഉണ്ട്, വേറെ ഒരുപാട് പ്ലാറ്റ്ഫോംസിൻ്റെ പേരൊന്നും പറയുന്നില്ല. പക്ഷെ എവിടെയാണെങ്കിലും ഇത്രയും കാലം നിങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട് ക്ലിയർ ആയുള്ള ഒരു ഓപ്ഷൻ ഇല്ലായിരുന്നു. എഡ്യൂപോർട്ടിൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. പക്ഷെ പലരും ടീച്ചേഴ്സിൻ്റെ ഡൗട്ട് ക്ലിയറൻസും കൂടി വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു. ആൻഡ് അത് നിങ്ങളുടെ റിക്വസ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യണം? സ്വീകരിക്കുകയാണ്. നിങ്ങൾക്ക് വാട്സപ്പ് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. നിങ്ങളുടെ ഫേവറേറ്റ് ഫാക്കൽറ്റീസ് തന്നെ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ടൈം ടേബിൾ ഞങ്ങൾ പബ്ലിഷ് ചെയ്യും, അതിൻ്റെ ഒരു ടൈം പബ്ലിഷ് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടാവും. ആൻഡ് അത് നിങ്ങൾക്ക് നിങ്ങളുടെ മെൻറ്റേഴ്സ് ഷെയർ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ആ ടൈമിൽ ഫാക്കൽറ്റിയോട് ഡൗട്ട് ചോദിക്കാം കേട്ടോ, സബ്ജക്റ്റിലെ ഡൗട്ട് ചോദിക്കാം. ആ ടൈം ബൗണ്ടായിട്ട് നിങ്ങൾക്ക് വാട്സപ്പിൽ ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാം. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്റ്റഡി ഗ്രൂപ്പ്. ഇത് ഞാനൊക്കെ വാട്സപ്പ് ചാനൽ ഞാനാണ് +1 +2 ചാനലൊക്കെ റൺ ചെയ്യൽ ഞാൻ തന്നെയാണ്. പൊതുവേ അതിലെ മെസ്സേജസൊക്കെ മെജോറിറ്റി ഞാൻ തന്നെയാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് മോട്ടിവേഷണലായിട്ടും ഇടയ്ക്ക് സ്റ്റഡി ചലഞ്ച് എന്നൊക്കെ ഇങ്ങനെ ഇടുമ്പോൾ എനിക്ക് തോന്നിയൊരു സംഭവമായിരുന്നു,
നമുക്ക് മെൻറ്റേഴ്സ് ഉണ്ട് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ, നിങ്ങളെ വിളിച്ചും അല്ലെങ്കിൽ നിങ്ങളെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചും നിങ്ങളെ സ്റ്റഡി പ്രോഗ്രസ്സും നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനൊക്കെ മെൻറ്റേഴ്സ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ആ മെൻറ്റേഴ്സ് ഒരു സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങി എങ്ങനെ ഉണ്ടാവും? കിഡിലൻ ഗ്രൂപ്പാണ് മക്കളെ, കിഡിലൻ ഗ്രൂപ്പുകൾ. ഫോർ എക്സാമ്പിൾ മെൻറ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, രാവിലെ എഴുന്നേൽക്കുന്ന ടാസ്കുകൾ തരുന്നു, അന്ന് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് പറയുന്നു, ആൻഡ് ആ ചാപ്റ്റേഴ്സിൽ ഓരോ തിയറി ചെയ്ത് അതിൽ പ്രധാനപ്പെട്ട ടോപ്പിക്സ് ചെയ്തെന്നൊക്കെ മെൻറ്റേഴ്സിന് പറഞ്ഞുതരാൻ പറ്റും. അപ്പോൾ അതൊക്കെ വളരെ സിമ്പിളായിട്ട് മെൻറ്റേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇനി ടീമുകളായിട്ട് ഡിഫറെൻറ്റ് ടീമുകളായിട്ട് ടോപ്പിക്സ് വെച്ചിട്ട് ഗെയിമിഫൈഡ് വേർഷൻ, ഇപ്പോൾ ഇതിൽ നമ്മുടെ സുസ്മിത മിസ്സിൻ്റെ ഒരു ചാനലാണ് എക്സാമ്പിൾ കാണിക്കുകയാണ്. ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സും ലൈറ്റ് റിയാക്ഷൻ ലെജൻസും പറഞ്ഞ 2 ടീമാക്കിയിട്ട് ആ ഗ്രീൻ ഗ്യാങ് മെമ്പേഴ്സിൽ ഒരു ചാപ്റ്റർ പഠിക്കാൻ ടാസ്ക് കൊടുക്കുന്നു, ലൈറ്റ് റിയാക്ഷൻ ലെജൻസിനെ പഠിക്കാൻ വേറെ ചാപ്റ്റർ ടാസ്ക് കൊടുക്കുന്നു, എന്നിട്ട് അതിൽ ആരാ നന്നായി പഠിക്കാന്ന് പറയുന്ന ഒരു ഗെയിമിഫൈഡ് വേർഷൻ. രസമല്ലേ? ഒരു സ്റ്റഡി ഗ്രൂപ്പിലൊക്കെ ആകുമ്പോൾ അപ്പോൾ കുറച്ചുകൂടി നമുക്ക് പഠിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആൻഡ് കേരളത്തിൽ ഒട്ടാകെയുള്ള ഫ്രണ്ട്സൊക്കെ നിങ്ങൾക്ക് അതിലൂടെ കിട്ടുകയൊക്കെ ചെയ്യും കേട്ടോ. ആൻഡ് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് പഠിക്കുന്ന ഫോട്ടോസ് ഷെയർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഓവറോൾ വളരെ പോസിറ്റീവായിട്ടായിരിക്കും ഓരോ മെൻറ്റേഴ്സിൻ്റെ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാവുക. നിങ്ങൾക്ക് മെൻറ്റേഴ്സ് പ്രോപ്പറായി ഗൈഡ് ചെയ്യും. ഇതും മറ്റാരും പ്രൊവൈഡ് ചെയ്യാത്തതാണ്, എഡ്യൂപോർട്ട് തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആൻഡ് ഇതൊക്കെ നമ്മൾ ഏത് ബാച്ചിലുള്ള സ്റ്റുഡൻസിനും നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതുവരെ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർക്ക് ഒരു മെഗാ ഓഫർ നമ്മൾ ഓൾറെഡി ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടി പറയാണ്, ഈ കേരളം കണ്ട എഡ്യൂപോർട്ടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ബെസ്റ്റ് ഓഫറാണിത്. ഒരു +2 വിദ്യാർത്ഥിക്ക് നിങ്ങൾക്ക് ഇനി മുന്നോട്ട് നിങ്ങൾക്ക് വെറും ഫീസ് എത്ര മാത്രമേ ഉള്ളൂ? 1999 രൂപ മാത്രം. ക്രിസ്മസ് എക്സാം വരെ അല്ല, നിങ്ങളെ പബ്ലിക് എക്സാം വരെ. ആൻഡ് അതിൻ്റെ കൂടെ +1 ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആണ് കേട്ടോ. +1 ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് ഫ്രീ ആയി ലഭിക്കും. നിങ്ങൾക്ക് 3 സബ്ജക്റ്റ് വരെ ഇമ്പ്രൂവ് ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി ഇതിലൂടെ ഫ്രീ ആയി ലഭിക്കും. നിങ്ങൾ അതിന് വേണ്ടി ആകെ കൊടുക്കുന്നത് 1999 രൂപ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും, 1 ഷോട്ട് ഉണ്ടാവും, ക്വിസ് ഉണ്ടാവും, പ്രാക്ടീസ് ഉണ്ടാവും, PYQ ഉണ്ടാവും, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നിങ്ങൾക്ക് +1 ഇമ്പ്രൂവ്മെൻറ്റും കൂടി കിട്ടുകയാണ്. ഈ മെഗാ ഓഫർ ലിമിറ്റഡ് നമ്പേഴ്സിനാണ് ഈ ഒരു ഫീസ് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഫീസ് കുറച്ച് മാറ്റം ഉണ്ടാവും, കുറച്ച് കൂടുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളത് ജോയിൻ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഫീസ് ഇല്ലെങ്കിൽ, ഈ വീഡിയോ കാണുമ്പോൾ ഫീസ് ഇല്ലെങ്കിൽ, കയ്യിൽ പൈസ ഇല്ലെങ്കിൽ, അക്കൗണ്ടിൽ അല്ലെങ്കിൽ GPay ഇല്ലെങ്കിൽ ഡോൺ വറി, നിങ്ങൾ രജിസ്റ്റർ ചെയ്താൽ മതി. ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്കും വേണ്ടി മാത്രമാണ് എന്ത് ഈ ഫീസുകൾ കേട്ടോ. പൈസ അടയ്ക്കണം എന്നില്ല, പൈസ നിങ്ങൾ അടയ്ക്കുന്നത് ഒരു 1, 2, 3 ഡേയ്സ് കഴിഞ്ഞിട്ട് അടച്ചാലും മതി. രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. അതിൻ്റെ ഫോം താഴെ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല. 2000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു കൊല്ലം റീചാർജ് ചെയ്യുന്ന ഒരു ഫോണിലേക്ക് റീചാർജ് ചെയ്യുന്ന പൈസനേക്കാൾ വളരെ കുറവാണ്. എത്ര 7-8 മാസം റീചാർജ് ചെയ്യുന്ന പൈസയാണിത്. നിങ്ങളെ +2യുടെ നിങ്ങളുടെ ലൈഫിലെ ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പലരും പറഞ്ഞു വെച്ചാൽ ശരിക്കും ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള +2ൽ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ബെസ്റ്റ് കോഴ്സിന് നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് ഇത് മാത്രമേ ഉള്ളൂ. ധൈര്യമായി ജോയിൻ ചെയ്തോ, ഒരു പേടിയും വേണ്ട. ആൻഡ് 7 ഡേയ്സ് നിങ്ങൾക്ക് റീഫണ്ടും ഇതിലുണ്ടായിരിക്കും കേട്ടോ. ഇനി നിങ്ങൾക്ക് ക്ലാസ്സസ് നമുക്ക് ബൂസ്റ്ററിൻ്റെ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അതിൽ 1 ഷോട്ട്സും ഉണ്ടായിരിക്കും. ആൻഡ് നിങ്ങൾക്ക് ഡെയിലി ഈ ബൂസ്റ്ററിൻ്റെ ഷെഡ്യൂൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി എന്തുണ്ടാവും? ലൈവ് റിവിഷനും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒരു ദിവസം 1 ചാപ്റ്ററോ 2 ചാപ്റ്ററൊക്കെ വെച്ച് പഠിച്ചാലേ ഇനി മുന്നോട്ട് പോകുള്ളൂ. ആൻഡ് അതൊക്കെ നമ്മൾ സപ്പോർട്ട് ഉണ്ടാവും. ക്രിസ്മസ് എക്സാമിന് ശേഷം വെക്കേഷനിൽ നമ്മൾ ഇതിൻ്റെ പ്രോപ്പർ ഷെഡ്യൂൾ സ്റ്റാർട്ടും ചെയ്യും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴേ ഇതിലേക്ക് ജോയിൻ ചെയ്യാം. ആൻഡ് ഫീസസ് വെറും 1999. താഴെ ഫോം ഉണ്ട്, ഫില്ല് ചെയ്യുക. ആൻഡ് ഒറ്റ കാര്യം കൂടി പറയാം, നിങ്ങൾ ഈ വീഡിയോ എന്നാ കാണുന്നതെന്ന് അറിയില്ല, പക്ഷേ ഈ വരുന്ന ശനിയാഴ്ചയും ഞായറാഴ്ചയും ആ 2 ദിവസം നിങ്ങളെ സമയം ഞങ്ങൾക്ക് തരാം. അന്ന് എന്തുണ്ട്? കെമിസ്ട്രിയുടെയും ഫിസിക്സിൻ്റെയും മാരത്തോൺ ഉണ്ട്. ആ മാരത്തോണിൽ നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് കവർ ചെയ്യുന്നതായിരിക്കും. ആൻഡ് ആ ദിവസം പകൽ ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പഠിപ്പിക്കും. ആൻഡ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ മക്കളെ, ഓൾ ദ ബെസ്റ്റ്. ക്രിസ്മസ് എക്സാമിന് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, പഠിക്കുക എന്നുള്ള കാര്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ മൈൻഡ് സെറ്റ് എന്തിലോട്ട് മാറ്റുക? ഒറ്റ മൈൻഡിലോട്ട് മാറ്റുക. അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്.